ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കോങ്ങാട് പോകാൻ കേട്ടോ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വീട്ടിലത്തെ നമ്മുടെ കുടുംബം തന്നെയാണ് കേട്ടോ. അവിടുത്തെ വാപ്പാൻ്റെ മോളുടെ കുട്ടിയുടെ 40ആണ്. അപ്പോൾ കോങ്ങാട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. ഞാനും കുഞ്ഞാറ്റിയാണ് കേട്ടോ പോണത്. എൻ്റെ കുഞ്ഞാറ്റെ ഞാനും കുഞ്ഞാറ്റി തറവാട്ടിൽ നിന്ന് അമ്മായി ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളായിട്ടാണ് പോണത്. ഇവിടുന്ന് ബസ്സിന് പോവും. കുഞ്ഞാറ്റി കണ്ടോ, തലയിൽ കെട്ടാനും ഒന്നുമില്ല, ഹെയർ ബാൻഡും ഒന്നുമില്ല. ഒന്നും മേടിച്ചു കൊടുക്കാത്തല്ല കേട്ടോ. എപ്പോഴും മേടിച്ചു കൊടുക്കും. പക്ഷെ അതിനൊക്കെ ആയുസ് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. എവിടേക്കാണ് ആ ദിവസം ഇട്ടിട്ട് പോകണം, അതെന്തായാലും കളഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, ഒരു ദിവസം കൊണ്ട് അതൊക്കെ നശിപ്പിക്കുന്ന കുട്ടിയിലെ കുഞ്ഞാറ്റെ. അങ്ങനെ ഇത് അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 12 മണിക്കാണ് ഇവിടുന്ന് ബസ് കേട്ടോ. അപ്പോൾ 12 മണി ആവാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് താത്തന്മാരും ഉണ്ട്. അങ്ങനത്തെ നമ്മൾ കോങ്ങാട് എത്തി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കൂടെ വന്ന താത്തന്മാർ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞാറ്റ എന്തിനാ അമ്മ കുട്ടിക്ക് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും, അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നാൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ടായിരുന്നു. നടന്ന് അതാണ് ഓഡിറ്റോറിയത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം മഹാറാണി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി വെള്ളം കുടിച്ച്. കുഞ്ഞാറ്റക്ക് നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ വരുന്ന വഴിക്ക് തന്നെ വെള്ളം മേടിച്ചായിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞാനും കുടിച്ചു. അപ്പോൾ അവൾക്ക് വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കണ്ട എന്നൊക്കെ അമ്മായി പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെള്ളദാഹം ഉണ്ട് കേട്ടോ, പാവം. അപ്പോൾ അങ്ങനെ മൊത്തം കുടിച്ച്. ഇനി വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ അമ്മായി. അമ്മായി ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എന്നെയൊന്നും വേണ്ട കേട്ടോ. അമ്മായിൻ്റെ കൂടെ അങ്ങനെ പിന്നാലെ നടന്നോളും. അപ്പോൾ അത് ഉള്ളിലൊക്കെ കയറി ഞങ്ങൾ തിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് തിരക്കൊന്നുമില്ല, കാരണം കല്യാണമൊന്നും അല്ലല്ലോ, 40 അല്ലേ. കുറച്ച് അത്യാവശ്യം തിരക്ക് തന്നെ ഉള്ളൂ. ഞങ്ങൾ പോയതും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അത്ര പേരൊന്നും വന്നിട്ടില്ല. കുഞ്ഞാറ്റി അപ്പുറത്തിരിക്കുന്ന കുട്ടിയുണ്ടോ, ആ കുട്ടീനെ കളിക്കാൻ ഇങ്ങനെ വിളിച്ച് കാട്ടുമ്പോൾ ഞാൻ എന്നെ കളിക്കാൻ വരാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരേ പറച്ചിൽ ക്യാമറയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഈ കാണുന്ന കൂട്ടം അവരുടെ അതായത് ആ താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നവർ കുട്ടിക്ക് എന്താ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി ഇതാക്കണത് മോശമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഇത് ഇലയൊക്കെ വന്നു. കുഞ്ഞാറ്റ ഫുഡിന് വെയിറ്റിംഗ് ആണ് കേട്ടോ. അവൾക്ക് വിഷമു എന്നൊക്കെ പറയുന്നുണ്ട്. പറച്ചിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും തിന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആട് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആട് ബിരിയാണി, ചിക്കൻ പൊരിച്ചതും പിന്നെ പായസം ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. കുഞ്ഞാറ്റ എൻ്റെ കൈ വിട്ട് ഓടുകയുണ്ട് ഉമ്മർത്തിക്കുമ്പോൾ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാം, അവിടെ ദുആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ 2-3 താത്തന്മാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടേക്ക് പോണ ബസ് ഇനിയിപ്പോൾ ഇല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ എന്തായാലും ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ച് ഓട്ടോ വിളിക്കാൻ വേണ്ടി പോവുകയുണ്ടോ അമ്മായി. അപ്പോൾ അമ്മായിൻ്റെ തവൾ ലേസ് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മായി ലേസൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടും കൂടിയാണ് വേഗം തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്.